ധനികരുടെ മധ്യത്തിലല്ല ആദ്യം സുവിശേഷം വിതയ്ക്കപ്പെട്ടത്, ദരിദ്രരോടാണ് സുവിശേഷം പറഞ്ഞത്. കർത്താവ് അങ്ങനെയാണ് ചെയ്തത്. ഗലീലയിലുള്ള ദരിദ്രന്മാരെ കണ്ട് കർത്താവ് അവരോട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ സുവിശേഷം അവരോട് പ്രസംഗിക്കുകയുണ്ടായി. വിശ്വാസത്തിൽ നിലനിൽക്കണം, അതിനുശേഷം അനേക കഷ്ടങ്ങളിൽ കൂടെ ഇടുക്കുവാതിൽ കൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതായിട്ടൊന്നുകൂടെ കേട്ടപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അതൃപ്തിയൊന്നും ഉണ്ടായില്ല. അവർ കേട്ട വചനത്തിൽ അഭിഷേകമുണ്ടായി. കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അത് കേൾക്കുവാനും വിശ്വസിക്കുവാനും അതിനെ അംഗീകരിക്കുവാനും തയ്യാറെടുത്തതായ ജനങ്ങളെ ദൈവം തിരഞ്ഞെടുത്തവരായതുകൊണ്ട് അവരിൽ വലിയൊരു ആത്മപകർച്ചയുണ്ടായി. അവിടെ അത്ഭുതകരമായ ഒരു വിപ്ലവം തന്നെ, വിശ്വാസത്തിൻ്റെ വിപ്ലവം തന്നെ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം. യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം പറയുകയാണ്, മനുഷ്യപുത്ര, നീ ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടതിന് വേണ്ടി നീ നിവർന്നു നിൽക്കാം. അതിനുശേഷം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നു, എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. ദൈവത്തിന് സ്തോത്രം. അതെന്താ അവൻ നിവർന്നു നിൽക്കുവാൻ ആവശ്യപ്പെട്ടത്? യെഹെസ്കേൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം കുനിഞ്ഞിരിക്കുന്നതായ ഒരു അനുഭവമായിരുന്നു പ്രസ്തുത ദൈവശബ്ദം കേട്ട സമയത്ത്. വർഷങ്ങളായി പ്രവാസകാലത്തിലേക്ക്, പ്രവാസ രാജ്യങ്ങളിലേക്ക് പോകുവാൻ വിധിക്കപ്പെട്ട മനുഷ്യർക്ക്, ഒരു കൂട്ടം മനുഷ്യർക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഞങ്ങളിൽ ചിലരെ ദൈവം വേർതിരിച്ച് ഞങ്ങളെ യെരുശലേമിലേക്ക് ഉടനെ തന്നെ കൊണ്ടുവരും എന്നവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശ. ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടെ അവരങ്ങനെ ഒരു വെളിച്ചം കാണുകയുണ്ടായി. എന്നാൽ യിരെമ്യാ പ്രവാചകനിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ആ കാലത്ത് പ്രവചിക്കുകയുണ്ടായി, 70 വർഷം പ്രവാസം, അടിമത്തരം നിലനിൽക്കും, അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് വിടുതലുണ്ടാകുകയുള്ളൂ. അങ്ങനെ കേട്ടപ്പോൾ, ആ വചനം കേട്ടപ്പോൾ പലരും അധൈര്യപ്പെട്ടു പോയി, ക്ഷീണിച്ചു പോയി, തകർന്നു പോയി, മനുഷ്യരുടെ മുൻപിൽ കുനിഞ്ഞുപോയി. പ്രവാസകാലങ്ങളിൽ അവർ പാർത്തിരുന്നായ ദേശത്ത് അന്യജാതികളുടെ മുൻപിൽ അവരുടെ തല കുനിക്കേണ്ടി വന്നു. പ്രയാസം, ഭാരം, കണ്ണുനീരും ജനങ്ങളുടെ ഇടയിൽ പടർന്നു പിടിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അക്കാലത്താണ് യെഹെസ്കേൽ പ്രവാചകനോട് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നത്, മനുഷ്യപുത്ര, നിവർന്നു നിൽക്കാം, ഞാൻ നിന്നോട് സംസാരിക്കും. ദൈവത്തിൻ്റെ വചനം സംസാരിച്ചപ്പോൾ ആ വചനത്തോടൊപ്പം ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ വന്നു. ആ ഭാഗം കൊണ്ട് വായിക്കുമ്പോൾ, 2-ാം അധ്യായം നാം നന്നായി വായിക്കുമ്പോൾ നമുക്ക് തന്നെ ദൈവവചനത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ച്, ദൈവവചനത്തിൻ്റെ പകർച്ചയെക്കുറിച്ച് നമുക്കൊരു അനുഭവം ഉണ്ടാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ കടന്നു വന്നപ്പോൾ അവനിൽ വലിയൊരു വ്യത്യാസം. ആ മനുഷ്യന് കണ്ണു തുറന്ന് ജനങ്ങളുടെ അവസ്ഥയെ കാണുവാനുള്ളതായ വലിയൊരു അനുഭവം, അല്ലെങ്കിൽ ഒരു കഴിവ്, സിദ്ധി അവന് ലഭിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ പല കൂനുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. അനേക വർഷങ്ങളായി കൂനിയായിട്ടൊരു സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കിയ ചരിത്രം നമുക്കറിയാം. അങ്ങനെ ശാരീരിക വൈകല്യം കൊണ്ട് കൂന് പിടിച്ചവരെ അറിയാം. മനുഷ്യരുടെ മുമ്പിൽ നിവർന്നു നിൽക്കുവാൻ കഴിയാതെ ലജ്ജാഭാരം ഏന്തി നടക്കുന്ന കൂനുള്ളവരെ നമുക്കറിയാം. മറ്റുള്ള സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാതെ പാപബോധം കൊണ്ടും കുറ്റബോധം കൊണ്ടും അനേക വിധമായ അകൃത്യബോധം കൊണ്ടും മനുഷ്യരുടെ മുമ്പിൽ നന്നായി നിവർന്നു നിൽക്കുവാൻ കഴിയാതെ, നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുവാൻ കഴിയാതെ കൂന് പിടിച്ചവരെ നമുക്കറിയാം. ശാരീരികമായും ആത്മീകമായിട്ടുള്ളതായ കൂനുകൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ആത്മീകമായ ഒരു കൂന് ജനങ്ങൾക്ക് സംഭവിച്ചു. ആ സംഭവത്തിൽ നിന്ന് ഒരു മനുഷ്യപുത്രനെ ദൈവം വിളിച്ചു വേർതിരിച്ച് യെഹെസ്കേലിനോട് പറയാണ്, ഞാൻ നിന്നോട് സംസാരിക്കണമെങ്കിൽ നീ നിവർന്നു നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. അവൻ നിവർന്നു നിന്നു. ദൈവത്തിന്റെ വചനം അവനോട് സംസാരിച്ചപ്പോൾ ആത്മാവ് അവന്റെ ഉള്ളിൽ വന്നു. ഒരു പുതിയ അഭിഷേകം അവന്റെ ഹൃദയത്തിൽ കടന്നു വരുവാൻ തുടങ്ങി. അവന്റെ കണ്ണുകളിൽ പ്രകാശിപ്പിക്കപ്പെട്ടു. 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, മക്കളോ ധാർഷ്ട്യതയുള്ളവരും ദുശാഠ്യമുള്ളവരുമാണ്. അവനോട് സംസാരിക്കുവാൻ വേണ്ടി ഞാൻ നിന്നെ വിളിച്ചു വേർതിരിക്കുന്നു. പക്ഷെങ്കിൽ നീ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരിൽ പലരും കേൾക്കുകയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും നീ അവരോട് പറയണം, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവർ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ വചനം കേട്ടാലും കേട്ടില്ലെങ്കിലും, ദൈവത്തിന്റെ ആലോചന കേട്ടാലും കേട്ടില്ലെങ്കിലും, അംഗീകരിച്ചാലും അങ്ങനെ നാം തിരസ്കരിച്ചിരുന്നാലും ശരി, ദൈവവചനത്തിന് മുടക്കം വരാതെ ദൈവം അത് പ്രസ്താവിച്ചു കൊണ്ടിരിക്കും. അനേകരിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ട് അനേകരെ നിവർന്നു നിൽക്കുമാറാക്കി
കുനിഞ്ഞിരുന്നവരെ കർത്താവ് നിവർന്ന് നിൽക്കുമാറാക്കി. അവരിൽ പുതിയ അഭിഷേകം നൽകി. ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നീ കേട്ടാലും കേട്ടില്ലേലും ദൈവത്തിന്റെ വചനത്തിന് അത് വലിയ വിഷയമല്ല. ദൈവത്തിന് സ്തോത്രം. കേൾക്കുന്ന ഒരു കൂട്ടം ജനത്തെ മുൻകണ്ടും കൊണ്ട് ദൈവം ജനങ്ങളുടെ ഇടയിൽ ദുശാഠ്യവും വാഗ്വാദവും അല്ലെങ്കിൽ അകൃത്യഭാരം കൊണ്ട് ദൈവത്തോട് മത്സരഗ്രഹികളായി തീർന്നിരിക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ ദൈവം ചില നീതിമാന്മാരായ ഹൃദയങ്ങളെ കണ്ടുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കപ്പെടുന്നത്. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മൾ അവരെ പരിഹസിക്കാറുണ്ട്. നമ്മൾ ദൈവത്തിന്റെ വചനത്തെ പരിഹസിക്കാറുണ്ട്. നമ്മൾ വൃഥാ എടുക്കാറുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ദൈവത്തിന്റെ വചനം നിന്നു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേൽ പ്രവാചകനോട് അതിന്റെ 8-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, നീ ആ മത്സരഗ്രഹം പോലെ നീയും മത്സരബുദ്ധിയുള്ളവനായി തീരരുത്. അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവ് അവനോട് പറയുന്നത് നന്നായി നാം ഗ്രഹിക്കണം. എന്താണെന്നറിയാമോ? ഞാൻ നിനക്ക് തരുന്നത് വായി തുറന്ന് ഭക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് വലിയ ബുദ്ധിമുട്ട്. പലപ്പോഴും നമ്മുടെ ചിന്തയിൽ നമുക്ക് ഭക്ഷിക്കാവുന്നതല്ല എന്ന് നമ്മൾ വിധി എഴുതും. ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനോട് പറയുകയാണ്, അവർ മത്സരഗ്രഹമാണ്, ദുശാഠ്യമുള്ളവരാണ്, വാഗ്വാദമുള്ളവരാണ്, അല്ലെങ്കിൽ അവരിൽ എപ്പോഴും ദുശാഠ്യവും ധാർഷ്ട്യവും അവർ മുൻപേ കാണിക്കുന്നു. അവർ നിന്നോട് വാഗ്വാദം ചെയ്യുന്നു, നിന്നോട് തർക്കിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവിനെ കുറ്റം പറയുന്നു, ദൈവത്തിന്റെ വചനത്തിൽ അപാകതകൾ കാണുന്നു. എങ്കിലും നിന്റെ വചനത്തിന് നീ മുടക്കം വരുത്തരുത്. ഞാൻ നിനക്ക് തരുന്നത് നീ വാങ്ങി ഭക്ഷിക്കണം. അങ്ങനെ യെഹെസ്കേൽ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ അവനെ നിൽക്കുമാറാക്കിയ ദൈവത്തിന്റെ ആത്മാവിന്റെ പരിപ്രവർത്തനം കൊണ്ട് ദൈവം എന്ത് തന്നാലും വാങ്ങി ഭക്ഷിക്കുവാൻ അവനൊരു തീരുമാനമെടുത്തു. വാങ്ങി ഭക്ഷിക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ അവന്റെ മുൻപിൽ ഒരു കൈ പ്രത്യക്ഷപ്പെട്ട് ആ കയ്യിൽ കൊടുത്തതോ ഒരു പുസ്തക ചുരുൾ. അവൻ അതിശയിച്ചു പോയി. ഇതെന്തൊരു കാര്യമാണ്? ഒരു പുസ്തക ചുരുൾ തിന്നുവാനോ? ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവ് അവനോട് പറഞ്ഞു, യെസ്, നീ ഈ പുസ്തക ചുരുളിനെ വാങ്ങി ഭക്ഷിക്കണം. അവൻ വാങ്ങി ഭക്ഷിച്ചു. അത് വായിൽ വലിയ കയ്പായിരുന്നു. എന്നാൽ വയറ് നിറയെ ഭക്ഷിച്ചപ്പോൾ 3-ാം അധ്യായത്തിന്റെ അതിന്റെ 3, 4, 5, 3 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവൻ ഉദരം നിറയെ ദൈവത്തിന്റെ ആത്മാവ് സമ്മാനിച്ചതായ ആ പുസ്തക ചുരുൾ ഭക്ഷിച്ചപ്പോൾ, വയറ് നിറഞ്ഞപ്പോൾ ഉദരത്തിൽ അത് മധുരമായി തീർന്നു. തേൻ പോലെ മധുരമായി തീർന്നു. അവൻ ഭക്ഷിച്ചപ്പോൾ കയ്പായിരുന്നു. പക്ഷെങ്കിൽ അവൻ്റെ വയറ് നിറയെ ഭക്ഷിച്ചപ്പോൾ ആ ഭക്ഷിച്ചതൊക്കെയും ആ പുസ്തക ചുരുളൊക്കെയും അവൻ്റെ വയറ്റിൽ മാധുര്യമായി കടന്നു വന്നു. കഷ്ടതയുടെ തീച്ചൂള നിന്റെ ദൃഷ്ടിയിൽ ആദ്യം അത് കയ്പായിരിക്കും. നിന്റെ വഴി നിനക്ക് കയ്പായി തോന്നും. നിനക്ക് അംഗീകരിക്കുവാൻ കഴിയാത്തതായി തോന്നും. ഈ മനുഷ്യരാരെങ്കിലും ഇത് ഭക്ഷിക്കുമോ എന്ന് നിന്റെ ഹൃദയത്തിൽ ഒരു ചോദ്യമുണ്ടാകും. പുസ്തക ചുരുൾ കഴിക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് നിന്റെ സാമാന്യ ബുദ്ധി കൊണ്ട് നിനക്കൊരു ചോദ്യമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്, ഞാൻ നിനക്ക് എന്ത് തന്നാലും അത് വാങ്ങി ഭക്ഷിക്കണം. നീ ആ മനുഷ്യരെ പോലെ മത്സരബുദ്ധിയുള്ളവരാകരുത്. ആ മത്സരബുദ്ധികളായിട്ടുള്ളവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തോട് പല ചോദ്യം ചെയ്യൽ, ദുശാഠ്യം. യെസ്, അവരുടെ മുൻപിൽ പല ചോദ്യങ്ങൾ. അവർ വാഗ്വാദം നടത്തുന്നവരാകുന്നു, തർക്കബുദ്ധികളാകുന്നു, അനുസരണം കെട്ടവരാകുന്നു. ദൈവത്തിൻ്റെ മുൻപിൽ നിവർന്നു നിൽക്കുവാൻ കഴിവില്ലാതെ അവർ മനുഷ്യരുടെ മുമ്പിലും ദൈവസന്നിധിയിലും കുനിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നവരാകുന്നു. അവരുടെ കൂനിനെ അവർ വലിയൊരു മഹത്വമായി അവർ കാണുന്നു. എങ്കിലും ദൈവം മനുഷ്യനെ നോക്കിയപ്പോൾ അവനെ നിവർന്നു നിൽക്കുമാറാക്കുവാൻ ദൈവത്തിന്റെ പ്രസാദം അവനിൽ ഉദിക്കുകയാണ്. അവനോട് പറയുകയാണ്, മനുഷ്യപുത്ര, നീ നിവർന്നു നിൽക്ക, ഞാൻ നിന്നോട് സംസാരിക്കണവനെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമുക്ക് ദൈവശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ നിവർന്നു നിൽക്കുന്നവരാകണം. ദൈവശബ്ദം നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ എല്ലാ കൂനികളെയും മാറ്റി നമ്മുടെ അസ്ഥിമജ്ജകളെ കർത്താവ് ബലപ്പെടുത്തി, സന്ധിമജ്ജകളെ ബലപ്പെടുത്തി, നരികാണികളെ ഉറപ്പിച്ച് നമ്മുടെ ബലഹീനതകളെ മാറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം നമ്മെ നിവർന്നു നിൽക്കുമാറാക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ അത്ര മഹത്തായ ഒരു പരിപ്രവർത്തനമാണ് മനുഷ്യ ജീവിതത്തിൽ നടക്കുന്നത്. അങ്ങനെ നിവർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ ദൈവം തരുന്നത് മുഴുവനും എന്തായിരുന്നാലും വാങ്ങി ഭക്ഷിക്കുവാൻ അവൻ ബാധ്യസ്ഥനാകുമ്പോൾ, അവൻ തീരുമാനമെടുക്കുമ്പോൾ, അവൻ്റെ ജീവിതത്തിൽ ഒരു വ്യതിയാനം ഉണ്ടാകുമ്പോൾ, അവൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാകുമ്പോൾ, എത്ര കയ്പേറിയ അനുഭവവും സന്തോഷത്തോടെ ദൈവം തന്നത് ഈ കയ്പിനെ ഞാൻ സന്തോഷത്തോടെ വാങ്ങി ഭക്ഷിക്കുമെന്ന് അവനിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നു. ആ തീരുമാനം അവൻ്റെ ഉദരം നിറയെ
നിറയെ അത് ഭക്ഷിക്കുമ്പോൾ, ഉദരത്തിൽ അത് നിറഞ്ഞു കഴിയുമ്പോൾ ഇതാ ഭക്ഷിച്ച കയ്പ് മുഴുവനും മാധുര്യമാക്കി തീർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ പലതും നീ കാണും. അംഗീകരിക്കാൻ കഴിയാത്ത പലതും ദൈവത്തിൽ നിന്ന് നീ കണ്ടുകൊണ്ട് മനോഭാരപ്പെട്ടേക്കും. നിനക്കെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ദൈവത്തോട് പല ചോദ്യങ്ങൾ നിനക്കുണ്ടാകും. ദൈവത്തിൻ്റെ ആത്മാവിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നിനക്ക് അനേക തർക്കങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നത്, അങ്ങനെയുള്ളവരെ പോലെ നീ മത്സരബുദ്ധിയുള്ളവരാകരുത്. ദൈവം എന്ത് തന്നാലും അത് വാങ്ങി ഭക്ഷിക്കുവാൻ നീ തയ്യാറെടുക്കുമ്പോൾ നീ ഭക്ഷിക്കുന്നതായ പല കയ്പുകളും ജീവിതത്തിൽ മാധുര്യമാക്കി മാറ്റും. ദൈവം അതിനെ മാറായെ മധുരമാക്കി തീർക്കുന്ന ദൈവം. കുടിക്കുമ്പോഴും രുചിക്കുമ്പോഴും അത് കയ്പായി തോന്നിയിരുന്നാലും ശരി, ദൈവം തന്നതായതുകൊണ്ട്, ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് അതിനെ മധുര കയ്പായിട്ടല്ല, അതിനെ മധുരമായി കുടിക്കുവാൻ അനുസരണ ബുദ്ധിയിൽ ദൈവം വഴി തുറക്കും. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതയാമം ദൈവം തന്നതായ ആലോചനകളുടെ മുൻപിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, മനുഷ്യപുത്ര നീ നിവർന്നു നിൽക്ക. ഇത്രയും നാൾ നീ കുനിഞ്ഞു പോയത് മതി. ഇത്രയും നാൾ നീ ഭാരപ്പെട്ട് പല പല ചോദ്യങ്ങൾ കൊണ്ട് നിരാശ കൊണ്ട് നിറഞ്ഞ് അനേകരുടെ മുമ്പിൽ കുനിഞ്ഞ് നിവർന്നു നിൽക്കുവാൻ കഴിയാതെ, നിവർന്നു നിൽക്കുവാൻ നിന്നെ സമ്മതിക്കാതെ അനേക ജീവിത പ്രശ്നങ്ങൾ നിന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, ഞാൻ നിന്നോട് സംസാരിക്കുന്നതിന് നീ നിവർന്നു നിൽക്ക. നീ നിവർന്നു നിന്ന് ദൈവത്തിൻ്റെ വചനങ്ങളെ നീ കേൾക്കുമ്പോൾ ആത്മാവ് നിന്റെ ഉള്ളിൽ വരും. നിന്റെ സംഗതികൾക്കെല്ലാം, നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു വ്യതിയാനം ഉണ്ടാകും, ഒരു പരിഹാരം ഉണ്ടാകും. നീ നിവർന്നു നിന്ന് മറ്റുള്ളവരുടെ മുൻപിൽ നിന്നെ ദൈവം ശ്രേഷ്ഠനാക്കി ഉയർത്തി നിർത്തും. കൂനികളില്ല. കഴിഞ്ഞ ദിവസം വരെയും നീ കൂനി നടന്നവൻ, ലജ്ജിച്ച് നടന്നവൻ, ഈ പ്രഭാതത്തിൽ ഈ യാമങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നിവർത്തി നിർത്തുമ്പോൾ മധുരമായത് പലതും നിന്നെ കയ്പായത് നിന്റെ മുൻപിൽ പ്രതിഷ്ഠിത്തിന് തരുന്നുണ്ടെങ്കിലും അതിനെ മധുരമാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ പരിപ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ നടത്തിപ്പുകളെ പ്രഭാതത്തിൽ കാണുവാൻ, കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്ന് മാധുര്യമേറിയ ഒരു ജീവിതത്തിലേക്ക് കടക്കുവാനുള്ളൊരു ഭാഗ്യം. മറ്റുള്ളവരെ പോലെ നീ മത്സരഗ്രഹമായിരിക്കരുത്. നിന്റെ മുമ്പിൽ നിന്റെ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും സ്വകുടുംബത്തിൽ പലരും, അനേകരും നിന്റെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും പലരും ദുശാഠ്യമുള്ളവരായിരിക്കാം, ചോദ്യം ചോദിക്കുന്നവരായിരിക്കാം, അനേക പ്രശ്നങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ വചനത്തെ നിരാകരിക്കുന്നവരായിരിക്കാം. സാരമില്ല, ദൈവം നിന്നെ അതിശ്രേഷ്ഠനായി അതിൻ്റെ മധ്യത്തിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശമോ ദൈവം തരുന്നതൊക്കെയും ഭക്ഷിച്ച് ഒരു മാധുര്യമായ ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ. ഈ പ്രഭാതത്തിൽ അതിനുവേണ്ടിയുള്ള ഒരു കൃപ അഭിഷേകം, ഈ മാധുര്യമേറിയ അനുഭവത്തിൻ്റെ ആ മന്ദസ്വരം കേൾക്കുവാൻ, ആ വിളിയെ കേൾക്കുവാൻ, അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം നിനക്കും നിന്റെ കുടുംബത്തിനും ദൈവം മാധുര്യമായ ഒരു അനുഭവം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.